ക്കുന്നത് നമ്മളുടെ മൂല്യങ്ങൾ, നമ്മുടെ ചർച്ചിൻ്റെ മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. അവിടെ സ്റ്റിക്കറിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഓരോ മൂല്യങ്ങൾ. ആദ്യം നമ്മൾ കണ്ടത് ദൈവരാജ്യം. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് ആരാധന. നമ്മളുടെ ചർച്ചിൻ്റെ ഒരു മൂല്യമാണ്, ദൈവമക്കളുടെ ഒരു മൂല്യമാണ്. സഭയിൽ ബൈബിളിൽ കാണുന്ന ഒരു പ്രത്യേകമായ ഒരു അനുഭവമാണ് ആരാധന. ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് ദൈവം എന്തുകൊണ്ടായിരിക്കാം? ദൈവത്തിനെ ആരാധിക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണോ? ഒന്ന് ചിന്തിച്ചേ. ദൈവത്തെ ആരാധിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് നമ്മളോട് പറയുക ദൈവത്തെ ആരാധിക്കണം, അങ്ങനെയാണോ? യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൽ സ്വർഗത്തിൻ്റെ ഒരു ദർശനം യെശയ്യാവ് കണ്ടില്ലേ? എന്തായിരുന്നു കണ്ടത്? ദൂതന്മാർ, നമ്മളെക്കാളും വിശുദ്ധരായവർ അല്ലേ, രണ്ടുകൊണ്ട് പറന്ന്, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, ദൈവമേ നീ പരിശുദ്ധൻ 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 എന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ലോകത്ത് നമ്മളെ സൃഷ്ടിച്ചത് ദൂതന്മാരുടെ ആരാധന ദൈവത്തിന് പോരാഞ്ഞിട്ടല്ല, മറിച്ച് നമ്മളും കൂടെ ദൈവത്തെ അനുഭവിച്ചറിയാനൊരു അവസരം. നമ്മളും കൂടെ ദൈവത്തെ അനുഭവിച്ചറിയാനുള്ള ഒരവസരം. സ്തോത്രം. സ്വർഗത്തിൽ നാം പോകുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മൾ കാണുന്നത് ആരാധനയായിരിക്കും. ഇവിടെ ആരാധിച്ചു തുടങ്ങുന്ന നമ്മൾ സ്വർഗത്തിലും ആരാധന തുടർന്നതേ ഉള്ളൂ. ഇവിടെ ആരാധിക്കാത്ത നമ്മൾ സ്വർഗത്തിൽ ചെന്നിട്ട് ആരാധിക്കാമെന്ന് പറഞ്ഞാലോ അതെങ്ങനെ നടക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടുന്നേ ആരാധിച്ച് തുടങ്ങുക. ആരാധന നമ്മുടെ സഭയുടെ ഒരു പ്രധാന മൂല്യമാണ്. ആരാധന ഒരു പെർഫോമൻസ് അല്ല. നല്ല നല്ല പാട്ടുകാരെ കൊണ്ട്, നല്ല നല്ല ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നവരെ കൊണ്ട് നല്ലതായിട്ട് പാട്ട് പാടുക. അങ്ങനെയാണെങ്കിൽ നമ്മളിൽ പലരും സ്റ്റേജിൽ കാണുകയില്ല. നല്ലതായിട്ട് പാട്ട് പാടണം, നല്ലതായിട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കണം. പക്ഷെ ആരാധന ഒരു പെർഫോമൻസ് അല്ല, മറിച്ച് ആരാധന ദൈവത്തെ അനുഭവിച്ച് അറിയുകയാണ്. ഒന്ന് പറയാമോ? വർഷിപ്പ് ഈസ് എക്സ്പീരിയൻസിങ് ഗോഡ്. ദൈവത്തെ അനുഭവിച്ച് അറിയുകയാണ്. ദൈവം നല്ലവനെന്ന് രുചിച്ചറിവിൻ. ദൈവം നല്ലവനെന്ന് രുചിച്ചറിഞ്ഞു. ആ രുചിച്ചറിയുന്നവരുടെ ഒരു എക്സ്പ്രഷൻ, ഒരു പ്രകടനമാണ്. അവരാണ് ദൈവത്തെ ആരാധിക്കുന്നത്. സ്തോത്രം. ഞാനൊന്ന് ചോദിച്ചോളട്ടെ, അന്നേരം തുള്ളിച്ചാടുന്നത് അല്ലെങ്കിൽ താഴെ വീഴുന്നത്, കമന്ന് ബൗ ഡൗൺ ചെയ്യുന്നത്, അത് ആരാധനയാണോ? ഉറക്കെ ശബ്ദം വെക്കുന്നത്, കൈയടിക്കുന്നത്, പാടുന്നത്, കൈ ഉയർത്തുന്നത് എല്ലാം ആരാധനയാണെന്ന് പറയാൻ പറ്റുമോ? നമുക്കൊരു വീഡിയോ ഒന്ന് കാണാം. ഇപ്പം വേൾഡ് കപ്പ് ഫൈനലിൻ്റെ ലാസ്റ്റ് മൊമെന്റ്സ് ആണ്. നമ്മളെല്ലാവരും ഷൗട്ട് ചെയ്യുന്നതിനേക്കാൾ ഉപരി, നമ്മളെല്ലാവരും ചാടുന്നതിനേക്കാൾ ഉപരി, നമ്മളെല്ലാവരും കൈയടിക്കുന്നതിനേക്കാൾ ഉപരി, നമ്മളുടെ എണ്ണത്തേക്കാൾ ഉപരി ആ സ്റ്റേജിൽ അവർ കൈയടിക്കുന്നു, ചാടുന്നു, ചില പേരുകൾ വിളിച്ചു പറയുന്നു, കൈ ഉയർത്തുന്നു. അത് ആരാധനയാണോ? അവർക്കാർക്കെങ്കിലും അർജന്റീന ടീമിലെ ക്യാപ്റ്റനെ പേഴ്സണലായിട്ട് അറിയാമോ? ഈ കൈയടിച്ചവർക്ക് അദ്ദേഹം ഇവരെ ആരെങ്കിലും പേഴ്സണലായിട്ട് ഫോൺ വിളിച്ച് സംസാരിക്കാറുണ്ടോ? ഇവരാരെങ്കിലും ഫോൺ വിളിച്ചാൽ അദ്ദേഹം ഫോൺ എടുക്കുമോ? എല്ലാ ദിവസവും അല്ലെങ്കിൽ ഈ സ്റ്റേഡിയത്തിൽ വന്ന് അവർ അർജന്റീനയ്ക്ക് വേണ്ടി കൈയടിക്കുകയാണോ? അല്ല. എന്താണ് ആരാധന? കൈയടിക്കാം, ഉറക്കെ ഷൗട്ട് ചെയ്യാം, കരയാം, താഴെ വീഴാം,
നല്ലതായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം, ബട്ട് ഇറ്റ് ഈസ് എക്സ്പീരിയൻസിങ് ഗോഡ്. ആരാധന എന്ന് പറഞ്ഞാൽ ഈ പ്രകടനമെല്ലാം, പുറത്ത് നമ്മൾ കാണുന്നതെല്ലാം, അകത്തുള്ള ദൈവത്തെ അനുഭവിച്ചറിയുന്നതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് ആരാധന. ഇങ്ങനെ ദൈവത്തെ അനുഭവിച്ചറിയണമെങ്കിൽ എങ്ങനെ നമുക്ക് ദൈവത്തെ അനുഭവിച്ചറിയാം? എങ്ങനെ നമുക്ക് ദൈവത്തെ അനുഭവിച്ചറിയാം? അതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. ദൈവത്തെ അനുഭവിച്ചറിയണമെങ്കിൽ അത് ദൈവവുമായിട്ട് ഒരു വ്യക്തിപരമായ, ദൈവത്തെ അനുഭവിക്കുന്ന ഒരു ബന്ധം നമുക്കുണ്ടായിരിക്കണം. ദൈവത്തെ വ്യക്തിപരമായി അനുഭവിച്ചറിയുന്ന ഒരു ബന്ധം നമുക്കുണ്ടായിരിക്കണം. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവത്തിന് മക്കളെ ഉള്ളൂ, കൊച്ചുമക്കളില്ലെന്ന്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ പറയുന്നത്? ദൈവത്തിന് മക്കളെ ഉള്ളൂ, ദൈവത്തിന് കൊച്ചുമക്കളില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ദൈവത്തിൻ്റെ പൈതലായതുകൊണ്ട് എൻ്റെ മകൻ അല്ലെ എൻ്റെ മകൾ, എൻ്റെ കൊച്ചുമക്കൾ ദൈവത്തിൻ്റെ മക്കളാകയില്ല. അവർക്ക് ഒരു പക്ഷെങ്കിൽ മാതാപിതാക്കൾ ദൈവത്തെ അറിഞ്ഞനുഭവിക്കുന്നതിൻ്റെ നന്മകൾ, അനുഗ്രഹങ്ങൾ അവർ അനുഭവിച്ചിരിക്കാം. എന്നാൽ അവർ ദൈവവുമായിട്ട് ഒരു ബന്ധം ആകുമ്പോൾ മാത്രമേ, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ മക്കൾ, നമ്മുടെ ഭവനത്തിൽ പാർക്കുന്ന ഏത് വ്യക്തിയാണെങ്കിലും അവർ ദൈവവുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ആരാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തെ അനുഭവിച്ചറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവവുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരിക്കണം. ഈ ബന്ധം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും ശരീരത്തിൽ കൈ ഉയർത്തുന്നതോ കൈ താക്കുന്നതോ മുട്ടുകുത്തുന്നതോ അതിനപ്പുറമായി നാം വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 4 അധ്യായം 23 24 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 4 അധ്യായം 23 24 വാക്യം. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവം ആത്മാവാകുന്നു, ദൈവത്തെ ആരാധിക്കുന്നവർ, നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അന്നേരം ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ആരാധന നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. നമ്മുടെ പുറത്തെ ചില എക്സ്പ്രഷൻ അല്ല, മറിച്ച് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. എങ്കിലും ഫോർമാലിറ്റിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിച്വൽ ചടങ്ങുകളുടെയോ ഭാഗമായിട്ടല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ ആത്മാവിൽ നിന്ന് വരുന്നതാണ് ആരാധന. എങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തെ അനുഭവിക്കുന്ന ആരാധന ആ ഒരു ലെവലിലോട്ട്, ആ ഒരു പദവിയിലോട്ട്, ആ ഒരു കൃപയിലോട്ട് നമുക്ക് കടന്നു വരാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്തോത്രം. ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക. സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ, നമ്മുടെ ഉള്ളിലെ, നമുക്ക് നമ്മുടെ ജീവൻ, അതും ദൈവത്തിൻ്റെ ആത്മാവുമായിട്ടൊരു കണക്ഷനാണ്. സത്യത്തിൽ ആരാധിക്കുക എന്ന് പറയുമ്പോഴെന്താണ്? യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോൾ ദൈവം ആരാണ് എന്ന് ഒരു അറിവ്. എങ്ങനെയാണ് അറിവ് ലഭിക്കുന്നത്? വചനം വായനയിലൂടെ, ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നതിലൂടെ, പ്രസംഗങ്ങൾ കേൾക്കുന്നതിലൂടെ, ബൈബിൾ പഠിക്കുന്നതിലൂടെ, ബൈബിൾ ധ്യാനിക്കുന്നതിലൂടെ ദൈവം ആരാണെന്ന് മനസ്സിലാക്കുകയാണ്. ഇവിടെ യേശുവുമായിട്ടൊരു കണ്ടുമുട്ടൽ ശമരിയാക്കാരത്തി സ്ത്രീക്ക് വന്നപ്പോൾ യേശു ആരാണെന്ന് അവൾക്ക് മനസ്സിലായി. ആദ്യം ഒരു യഹൂദനാണെന്ന് ചിന്തിച്ചു, പിന്നെ ഒരു പ്രവാചകനാണെന്ന് ചിന്തിച്ചു, പിന്നെ മനസ്സിലായി മശിഹായാണെന്ന്. അപ്പോഴാണ് പോയി എല്ലാവരോടും പറഞ്ഞത്, ഞാൻ ഒരാളെ കാണിച്ചു തരാം, വന്നാട്ട്, ഒരു പക്ഷെ അദ്ദേഹം മശിഹയായിരിക്കും. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ നാം വർദ്ധിക്കുന്നു. അതുമാത്രമല്ല, ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ദൈവത്തെ അനുഭവിച്ചറിയാനായിട്ട് നാം സാധിക്കുന്നത്.
ഒരു പേഴ്സണൽ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവവുമായിട്ടൊരു അഭേദ്യമായ ഒരു ബന്ധം നമുക്കുണ്ടായിരിക്കണം. നമുക്ക് പാടാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രസംഗിക്കാം, പക്ഷെങ്കിൽ ദൈവവുമായിട്ട് ഒരു ഗ്രോയിങ് റിലേഷൻഷിപ്പ്, വളരുന്ന ഒരു സ്നേഹം, ഇന്നലെയുള്ള സ്നേഹത്തേക്കാൾ ഇന്ന് എനിക്ക് ദൈവത്തോട് സ്നേഹം കൂടിയിട്ടുണ്ടോ? ഒരാൾ ചോദിച്ചു, എപ്പോഴാണ് നാം പിന്മാറിപ്പോയി എന്ന് പറയുന്നത്? പള്ളി വരാത്തപ്പോഴാണോ? അല്ലെങ്കിൽ പ്രാർത്ഥിക്കാത്തപ്പോഴാണോ? അദ്ദേഹം പറഞ്ഞല്ല, ഇന്നലത്തേക്കാളും എനിക്ക് ഇന്ന് ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞെങ്കിൽ ഞാൻ ഓൾറെഡി പിന്മാറ്റത്തിൽ പോയി. കഴിഞ്ഞ മാസത്തേക്കാളും എനിക്ക് ഇന്ന് ദൈവത്തോടുള്ള ആ സമർപ്പണം കുറഞ്ഞെങ്കിൽ ഞാൻ ഓൾറെഡി പിന്മാറ്റത്തിൽ പോയി. അപ്പോൾ നാം തന്നെ നമ്മളോട് ചോദിക്കുക, കഴിഞ്ഞ ആഴ്ചത്തേക്കാളും എനിക്ക് ഈ ആഴ്ച ദൈവത്തോട് സ്നേഹം കൂടുതലാണോ കുറവാണോ? അങ്ങനെ ചോദിച്ച് ദൈവവുമായിട്ടൊരു വളരുന്ന സ്നേഹം, ഒരു വളർച്ച, ആ ബന്ധത്തിൽ ഒരു വളർച്ച. നമുക്കറിയാമല്ലോ, നമുക്ക് കൂട്ടുകാരുണ്ട്, നമുക്ക് സഹോദരങ്ങളൊക്കെ ഉണ്ടല്ലേ, നമുക്ക് ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അവരുമായിട്ടുള്ള ബന്ധം വളരണമെങ്കിൽ എന്ത് ചെയ്യണം? അവരുമായി സമയം ചെലവിടണം, അവരുമായി ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യണം. അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ അവരുമായി ചെയ്യുന്നു. നമ്മുടെ സന്തോഷത്തിൽ, നമ്മുടെ സങ്കടത്തിൽ നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്യുന്നു. സന്തോഷം വർദ്ധിക്കും, സങ്കടം കുറയും. ദൈവവുമായിട്ട് അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലോട്ടും ദൈവത്തെ നാം ഇൻവൈറ്റ് ചെയ്യുക. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചത് 10 വർഷമായി കാണാം, 20 വർഷമായി കാണാം. എന്നാൽ ഇന്നെന്താണ്? ഞാൻ ആരാധനയിൽ ദൈവത്തെ അനുഭവിക്കണമെങ്കിൽ ഞാൻ ദൈവവുമായിട്ടുള്ള ഇന്ന് എനിക്കൊരു വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടായിരിക്കണം. ഇന്ന് എനിക്ക് വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടായിരിക്കണം. സ്റ്റേജിൽ നിന്ന് പാടുന്നവർക്കോ പ്രസംഗിക്കുന്നവർക്കോ ഒരാളെ പുഷ് ചെയ്ത് ആരാധിക്കുക, കൈകൊട്ട, കൈ ഉയർത്ത്, ഉറക്കപ്പാട്, അത് ഫേക്കാണ്. പാട്ട് പാടുന്നവരെ പ്രീതിപ്പിക്കാൻ കൈ ഉയർത്തും, കൈകൊട്ടും. എന്നാൽ അത് ഉള്ളിൽ നിന്ന് വരുന്നതല്ല. ഉള്ളിൽ നിന്ന് ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ് പുറത്ത് വരുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള ആരാധന. കൈയടിക്കുമ്പം എനിക്ക് തോന്നും ആവേശം. ഞാൻ എവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇവരെ ആരെയും അറിയില്ല, ഒരു ടീമിനെ കുറിച്ച് എനിക്കറിയില്ല. എല്ലാവരും കൈകൊട്ടുന്ന കാണുമ്പോൾ എനിക്കൊരാവേശമാണ്, ഞാനും കൈകൊട്ടിയാണ്. നമ്മളെല്ലാവരും കൈകൊട്ടത്തില്ലേ? ഇത് ടിവിയിൽ നിന്ന്, നമ്മുടെ റൂമിൽ നിന്ന് കാണുമ്പം തന്നെ നമുക്ക് ആവേശമായി നമ്മളും ചാടും, നമ്മളും കൈകൊട്ടും ഇല്ലേ? മറ്റുള്ളവർ ആരാധിക്കുന്ന കണ്ടിട്ട് നമുക്ക് ആവേശം കൂടി കൈയടിക്കുന്നതാണോ? അല്ലെങ്കിൽ നല്ലതായിട്ട് ഡ്രം അടിക്കുമ്പം, നല്ലതായിട്ട് പിയാനോ വായിക്കുമ്പം, ഗിറ്റാർ വായിക്കുമ്പം, എല്ലാവരും ഉറക്കപ്പാടുമ്പം എനിക്കും ആവേശത്തിലുള്ള ആരാധനയാണോ? അല്ല, ദൈവത്തെ അനുഭവിച്ച് ആരാധിക്കുന്നതാണ് ആരാധന. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചു കാണും, നമ്മുടെ ചർച്ചിൽ അധികം പാട്ട് ഉറക്ക ഇൻസ്ട്രുമെന്റ്സ് വെക്കാറില്ല. 2 കാര്യമുണ്ട്. അയൽവക്കത്തുകാർക്ക് പ്രശ്നമുണ്ട്. രണ്ടാമത്, ശബ്ദത്തിൻ്റെ ഉച്ചത്തിൽ നമ്മളൊരു ആവേശഭരിതരായി ആരാധനയല്ല നമുക്ക് വേണ്ടത്, മറിച്ച് ദൈവവും ഞാനുമായിട്ടുള്ള ഒരു പേഴ്സണൽ കണക്ഷൻ. ആരാധനയിൽ ഞാൻ ദൈവവുമായിട്ടൊന്ന് കണ്ടുമുട്ടി, ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. ആ അനുഭവിച്ചത് ഞാൻ ദൈവത്തെ സ്തുതിച്ചു, കരഞ്ഞു, കൈ ഉയർത്തി, അന്യഭാഷ പറഞ്ഞു, അല്ലെ മുട്ടുകുത്തി, കമന്നു വീണു, ഞാൻ ദൈവത്തെ ആരാധിച്ചു. സ്തോത്രം. ദൈവദാസന്മാരായ നമ്മൾ, ദൈവമക്കളായ നമ്മൾ, മറ്റുള്ളവരെ ലീഡ് ചെയ്യുന്ന നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റുള്ളവരെ ആത്മാവിൻ്റെ സാന്നിധ്യത്തിലോട്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. വന്നാട്ട് കം ലെറ്റ് us bow down and worship. നമുക്ക് ദൈവത്തെ ഇൻവൈറ്റ് ചെയ്യാം. മറിച്ച് അവരെ കൊണ്ട് ആരാധിപ്പിക്കാനല്ല, മറിച്ച് എന്താ, നമ്മളൊരു അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. നമ്മുടെ പാട്ടിലൂടെ, നമ്മുടെ ജീവിത ശൈലിയിലൂടെ, നമ്മുടെ വചന വാക്കുകളിലൂടെ. ഞാൻ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോഴുള്ള ജീവിത ശൈലിയല്ല, മറിച്ച് സൺഡേ ടു സാറ്റർഡേ, ഞായർ മുതൽ ശനി വരെയുള്ള നമ്മുടെ ജീവിത ശൈലിയിലൂടെ പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുഭവിക്കുമ്പോൾ, ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ, അതുമായി നമ്മൾ ചർച്ച വരുമ്പോൾ, നമ്മുടെ കൂടെ ഉള്ളവർക്കും എല്ലാം എന്താണ്, ദൈവ സാന്നിധ്യത്തിലോട്ട് വരാൻ അതൊരു ഇൻവിറ്റേഷനാണ്. നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. വന്നാലും, ദൈവത്തെ ആരാധിക്കാൻ വന്നാലും. സ്തോത്രം. ദൈവജനമാണ് നാം, ഓരോരുത്തരുമാണ് ദൈവവുമായിട്ടൊരു പേഴ്സണൽ കണക്ഷൻ, ഒരു ദൃഢമായ ബന്ധം വേണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? നാം ഓരോരുത്തരുമാണ്. കർത്താവേ, എനിക്കങ്ങേ വേണം, കുറച്ചും കൂടെ എനിക്കങ്ങേ അനുഭവിച്ചറിയണം,
കുറച്ചും കൂടെ എനിക്ക് അങ്ങേ ആരാധിക്കണമെന്ന് പറയുന്നത് ആരാണ്? ഞാനാണ്. നമ്മൾ ഓരോരുത്തരുമാണ്. അറിയാമല്ലോ, നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ കുഞ്ഞുങ്ങളെ കൊണ്ടിരുത്തുമ്പോഴുള്ള അവസ്ഥയൊക്കെ നമുക്കറിയാമല്ലോ. എല്ലാ ദിവസവും അല്ല, ചിലപ്പോഴെങ്കിലും അവർക്ക്, അല്ലെ നമുക്കൊക്കെ ചില ദിവസമെങ്കിലും കുടുംബ പ്രാർത്ഥനയ്ക്ക് ചില ഏനക്കേടുകളൊക്കെ ഉണ്ടില്ലേ? അച്ഛനോ അമ്മയോ അല്ലെ അനിയത്തിമാരോ അനിയന്മാരോ ചേട്ടന്മാരോ പറഞ്ഞാൽ ആ ഏനക്കേട് മാറുമോ? ഇല്ല. അവർക്ക് പറയാം, അവർക്ക് പ്രാർത്ഥിക്കാം, അവർക്കൊരു അന്തരീക്ഷം ഉണ്ടാക്കാം. മറിച്ച് ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാനാണ് ഒരു സ്റ്റെപ്പ് വെക്കേണ്ടത്. യേശു ഓൾറെഡി 100% ചെയ്തു കഴിഞ്ഞു. നമുക്ക് വേണ്ടി മരിച്ചു. 100% യേശു ചെയ്യാനുള്ളത് ചെയ്തു. ഇനിയും ഞാനാണ് 100% ചെയ്യേണ്ടത്. സ്തോത്രം. ദൈവവുമായിട്ട് ഒരു അഭേദ്യമായ ഒരു ബന്ധം, ദൈവവുമായിട്ട് ഒരു അഭേദ്യമായ ഒരു ബന്ധം. സ്തോത്രം. പാട്ടുപാടാം, അരമണിക്കൂർ അല്ലെ 1 മണിക്കൂർ സൺഡേ ആരാധനയ്ക്ക് പാട്ട് പാടുന്നതാണോ? അല്ല. ഞായർ തൊട്ട് അടുത്ത ശനി വരെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ദൈവത്തെ അനുഭവിച്ചറിയുന്ന പാട്ടുകൾ, അനുഭവിച്ചറിയുന്ന കണ്ണുനീർ, അനുഭവിച്ചറിയുന്ന പ്രാർത്ഥന, അനുഭവിച്ചറിയുന്ന ബൈബിൾ പഠനം, അനുഭവിച്ചറിയുന്ന ബൈബിൾ ധ്യാനം, ഇതെല്ലാം ആരാധനയാണ്. സ്തോത്രം. ദൈവത്തെ അനുഭവിച്ച് അറിയുകയാണ്. അതിൻ്റെ ആരംഭം എവിടെയാണ്? ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ ഒരു ബന്ധം, ദൃഢമായ ഒരു ബന്ധം, വളരുന്ന ഒരു ബന്ധം. സ്തോത്രം. രണ്ടാമത്, ദൈവത്തെ നാം അനുഭവിച്ചറിഞ്ഞ് ആരാധിക്കുമ്പോൾ രണ്ടാമത് വേണ്ടത് ദൈവത്തിൻ്റെ മഹത്വം നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ മഹത്വം നാം മനസ്സിലാക്കണം. നാം വായിക്കുന്നുണ്ട്, പലരും ദൈവമക്കൾ പഴയ നിയമത്തിൽ ദൈവത്തെ കണ്ടുടനെ, ദൈവത്തിൻ്റെ മഹത്വം കണ്ടുടനെ അവരെന്ത് ചെയ്തു? അവർ കമണു വീണു, നിലത്ത് വീണു, നമസ്കരിച്ചു. ദൈവത്തെ അവർ നമസ്കരിച്ചു. പഴയ നിയമത്തിൽ ആരാധന എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വാക്കുണ്ട്. ആ വാക്ക് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിലാണ്. രണ്ടാമത് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിലാണ്. എന്നാൽ ആ വാക്ക് ആരാധന എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 22-ാം വാക്യത്തിലാണ്. ഈ 18-ാം അധ്യായത്തിലും 19-ാം അധ്യായത്തിലും നാം കാണുന്ന അവിടെ അബ്രഹാം നിലം വീണു ദൈവത്തെ നമസ്കരിക്കുന്നു. ലോത്ത് നിലത്ത് വീണ് ദൈവത്തെ നമസ്കരിക്കുന്നു, ദൂതന്മാരെ നമസ്കരിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 18-ന്റെ 2-ാം വാക്യം, 19-ന്റെ 1-ാം വാക്യം. അവൻ തലപൊക്കി നോക്കിയപ്പോൾ, അബ്രഹാമാണേ, അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു, നിലം വരെ കുനിഞ്ഞു. നിലം വരെ കുനിഞ്ഞു. അബ്രഹാം 99 വയസ്സുണ്ട് ഇപ്പോൾ. ധനികനായൊരു മനുഷ്യനാണ്. വളരെ സ്വാധീനം ആ ദേശത്തുള്ള ഒരു മനുഷ്യനാണ് അബ്രഹാം. ദൈവമാണ് വരുന്നതെന്ന് മനസ്സിലായി. 3 ദൂതന്മാരെന്ന് പറയുമ്പോഴും പുറകാലം നാം മനസ്സിലാകുന്നുണ്ട്, ദൈവമാണ് വരുന്നതെന്ന് അബ്രഹാമിന് മനസ്സിലായി. തൻ്റെ പ്രായം, തൻ്റെ സമ്പത്ത്, ദേശത്തുള്ള തൻ്റെ ബഹുമാനം, അതെല്ലാം കൊണ്ട് അബ്രഹാം എന്ത് ചെയ്തു? നിലം കണ്ടപ്പോൾ അവൻ കൂടാരത്തിന്റെ വാതുക്കൽ ചെന്ന് നിലം വരെ കുനിഞ്ഞു. നിലം വരെ കുനിഞ്ഞു. ദൈവത്തിന്റെ മഹത്വം നാം മനസ്സിലാക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ പാട്ട് പാടിയല്ലോ. പല പാട്ടുകളിലൂടെ ആ പാട്ട് എഴുതിയ വ്യക്തികൾ, അല്ലെ പാട്ട് പാടിയ വ്യക്തികൾ എന്താണ് നമുക്ക് പറഞ്ഞു തന്നത്? ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ വലുപ്പം, ദ ഗ്രേറ്റ്നെസ് ഓഫ് ഗോഡ്. ഇത് നാം കേൾക്കുമ്പോൾ, കാണുമ്പോൾ നാം എന്ത് ചെയ്യണം? നിലം വരെ കുനിഞ്ഞ് നമസ്കരിക്കുക, ദൈവത്തെ വണങ്ങുക. ഫിസിക്കലായിട്ട് നാം മുട്ടുകുത്തി കാണുകയില്ലായിരിക്കാം, ചിലപ്പോൾ മുട്ടുകുത്തി കാണും. നമ്മുടെ ഹൃദയത്തിൽ കർത്താവേ എന്നെ സമർപ്പിക്കുന്നു, ഈ ദൈവത്തിൻ്റെ മുൻപിൽ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുക. ദൈവത്തെ അനുഭവിച്ച് ആരാധിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം?
ഇതേപോലൊരു സമർപ്പണം ദൈവത്തിൻ്റെ വലിപ്പത്തിൻ്റെ മുമ്പിൽ എൻ്റെ തലക്കനം, എൻ്റെ സമ്പത്ത്, എൻ്റെ പാരമ്പര്യം, എൻ്റെ സൗന്ദര്യം, എൻ്റെ കഴിവ് ഒന്നുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എൻ്റെ സ്വാധീനം ഒന്നുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, കർത്താവേ, അങ്ങാണ് വലിയവൻ, ഞാൻ ചെറിയവൻ. എനിക്കങ്ങേ ആവശ്യമുണ്ട്. ഐ നീഡ് യു. നാം ഒരാളുടെ മുമ്പിൽ, പണ്ടറിയാമല്ലോ, രാജാക്കന്മാരുടെ മുമ്പിൽ ഒരാൾ വണങ്ങുമ്പോൾ എന്താണ് പറയുന്നത്? രാജാവേ, എനിക്ക് അങ്ങയുടെ അനുഗ്രഹം വേണം, എനിക്ക് അങ്ങയുടെ സംരക്ഷണം വേണം, എനിക്ക് അങ്ങയുടെ പരിപാലനം വേണം. അബ്രഹാമിന് ദൈവത്തെ അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിയായിരുന്നു. അബ്രഹാം ഏതുമില്ലാതിരുന്നപ്പോൾ ഒരു വിളി കേട്ടു. അന്നു മുതൽ തുടങ്ങിയ ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധത്തിൽ അബ്രഹാം വളർന്നു വന്നു. പിന്നെ പല പ്രാവശ്യം ദൈവത്തിന്റെ ശബ്ദം കേട്ടു, ഇല്ലേ? പല പ്രാവശ്യം ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു, അബ്രഹാം ദൈവത്തോട് സംസാരിച്ചു. പല പ്രാവശ്യം പല കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അബ്രഹാമിന്റെ ജീവിതത്തിൽ പല വീഴ്ചകൾ ഉണ്ടായി. ആ വീഴ്ചകളൊന്നും ദൈവവും അബ്രഹാമുമായിട്ടുള്ള ബന്ധത്തിനും തടസ്സം നിൽപ്പാൻ അബ്രഹാം അനുവദിച്ചില്ല. മറിച്ച് പിന്നെയും ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ് ആരാധിച്ചു കൊണ്ടിരുന്നു. ചെല്ലുന്നിടത്തെല്ലാം ഒരു യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നു. ആരുമില്ല അബ്രഹാമിന്റെ കൂടെ പാടാൻ, ആരുമില്ല അബ്രഹാമിൻ്റെ കൂടെ വചനം വായിക്കാൻ, ആരുമില്ല അബ്രഹാമിന് വചനം പ്രസംഗിച്ചു കൊടുക്കാൻ. ഞായറാഴ്ച ആരാധന ഒരുമിച്ച് കൂടുന്ന ഒരു ആരാധന അബ്രഹാമിനില്ല. ഏകനായി അവൻ കനാൻ ദേശത്ത് സഞ്ചരിക്കുമ്പോൾ അബ്രഹാമും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് അബ്രഹാം യാഗപീഠം പണിതതും യാഗം അർപ്പിച്ചതുമൊക്കെ. സ്തോത്രം. അതുകൊണ്ട് അബ്രഹാമിന് നല്ലവണ്ണം അറിയാം ദൈവം ആരാണ്. അവൻ ആരാധനയ്ക്ക് യോഗ്യൻ. എൻ്റെതെല്ലാം അടിയറ വെക്കാൻ, എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും എല്ലാം അടിയറ വെക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തി, ഒരു ദൈവം മാത്രമേ ഉള്ളൂ ഈ ലോകത്തിൽ. അത് സർവശക്തനായ എല്ലാറ്റിനെയും സൃഷ്ടിച്ച ദൈവവുമാണ്. ആ ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ എല്ലാം സമർപ്പിക്കുകയാണ്. ദൈവത്തെ അനുഭവിച്ച് ആരാധിക്കണമെങ്കിൽ ഞായറാഴ്ച രാവിലെ 8 മണിയാകുമ്പം ബൈബിളും പൊടി തട്ടി വരുന്നവർ ദൈവത്തെ അനുഭവിച്ച് ആരാധിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആരും ചെയ്യുന്നവർ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറയുകയില്ല. മറിച്ച് എല്ലാ ദിവസവും ദൈവത്തെ ദൈവമെന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ വലിപ്പം കാണാൻ, ദൈവത്തിൻ്റെ മഹത്വം കാണാൻ സമയമെടുക്കുമ്പോൾ നാം അറിയാതെ തന്നെ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവവുമായി കണക്ട് ചെയ്യും. കർത്താവേ, ഞാൻ സമർപ്പിക്കുന്നു. സ്തോത്രം. ലോത്തും കണ്ടു. ഈ 3 പേർ വരുന്നത് ലോത്തും കണ്ടു. അടുത്ത അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോതോമിലെത്തി. ലോത്ത് സോതോം പട്ടണം വാതിക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടിട്ട് ലോത്ത് എഴുന്നേറ്റ് നിലം വരെ കുനിഞ്ഞു, ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. ഇവിടെ നാം വായിക്കുന്നു നിലം വരെ കുനിഞ്ഞു. എന്നാൽ അബ്രഹാമിന് ദൈവത്തോടുള്ള ബന്ധവും ലോത്തിന് ദൈവത്തോടുള്ള ബന്ധവും 2ഉം 2ആയിരുന്നു. അറിയാമല്ലോ, 2ഉം 2ആയിരുന്നു. ലോത്ത്, അതെങ്ങനെ അറിയാം? ലോത്ത് സോതോം വിട്ടു പോകാൻ പറഞ്ഞപ്പോൾ പോകാൻ പ്രയാസമുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? പോകാൻ പ്രയാസമുണ്ടായിരുന്നു. അബ്രഹാമിനോട് ഊറ് വിട്ട് പോകാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഇറങ്ങി. ഈ സോതോം വിട്ട് പോകാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിരുന്നു. ദൂതന്മാർ വലിച്ചു പുറത്തിറക്കുമായിരുന്നു, ഇല്ലേ? നമുക്കറിയാം ലോത്തിന്റെ 2 പെമ്മക്കൾക്കുണ്ടായ ഭാവിയെക്കുറിച്ച് ബൈബിളിൽ വായിച്ചാൽ മതി. ഞാനിപ്പോൾ അതിനെപ്പറ്റി പറയുന്നില്ല. ലോത്തും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് തങ്ങളുടെ കുഞ്ഞുങ്ങൾ, തൻ്റെ 2 പെമ്മക്കൾ തമ്മിലുള്ള സംസാരം. അവർ ചെയ്ത ദൈവികമല്ലാത്ത പ്രവൃത്തി ലോത്തും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു റിഫ്ലക്ഷനായിരുന്നു. നിലം വരെ കുനിഞ്ഞു, പക്ഷെങ്കിൽ ഒരു സറണ്ടർ അല്ലായിരുന്നു, ഒരു സമർപ്പണമല്ലായിരുന്നു, ഹൃദയത്തിൽ നിന്നുള്ള ഒരു സമർപ്പണമല്ലായിരുന്നു. നാം ദൈവത്തെ അനുഭവിച്ച് ആരാധിക്കണമെങ്കിൽ ഹൃദയം തുറന്ന് ആത്മാവിൽ നാം സമർപ്പിക്കുക. കർത്താവേ, അങ്ങയുടെ മുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു.
നമ്മുടെ സമർപ്പണം പാട്ടാണോ? നമ്മുടെ സമർപ്പണം പാട്ടായിട്ടും വരാം. പക്ഷെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ ഒരു സമർപ്പണം പ്രാർത്ഥിക്കാൻ നമുക്ക് സൗകര്യം, നടുവും കാലും ഒക്കെ അനുവദിക്കുകയാണെങ്കിൽ നിലത്തിരുന്ന് പ്രാർത്ഥിക്കുക. അനുവദിക്കുന്നിടം വരെ നമുക്കിരിക്കാം. അത് കഴിഞ്ഞൊരു പക്ഷേ നമ്മൾ കസാരയിലൊക്കെ ഇരിക്കേണ്ടവരായിരിക്കാം. എന്നാൽ അനുവദിക്കുന്നിടം വരെ, കൈയും കാലും ഒക്കെ അനുവദിക്കുന്നിടം വരെ നിലത്തിരുന്ന് മുട്ടുകുത്തി കർത്താവേ എന്ന് പറയുക. 95-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, വരുവീൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. സ്തോത്രം. ഇവിടെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ കം ലെറ്റ് us worship and bow down. വണങ്ങി നമസ്കരിക്കുക. എന്താണ് അവിടെ കാണിക്കുന്നത്? കർത്താവേ, മൈ ലൈഫ് ഇസ് എ സറണ്ടേർഡ് ലൈഫ്. എൻ്റെ ജീവിതം സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണ്. അങ്ങനെ നിർമ്മിച്ചു, അങ്ങനെ പരിപാലിക്കുന്നു. ഇറ്റ്സ് എ സറണ്ടേർഡ് ലൈഫ്. എങ്കിൽ മാത്രമേ ദൈവത്തെ അനുഭവിച്ച് ആരാധിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്തോത്രം. അനുഭവിച്ച് ആരാധിക്കുക. എങ്ങനെയാണ്? ഒന്നാമത് ദൈവവുമായിട്ടൊരു വ്യക്തിപരമായൊരു ബന്ധം. ഇന്ന് ആർക്കെങ്കിലും ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം നഷ്ടപ്പെട്ടു, കഴിഞ്ഞ ആഴ്ച അല്ലെ കഴിഞ്ഞ വർഷം അല്ലെ ചില ജീവിത സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി, സ്തോത്രം, അവിടെ നിന്ന് എഴുന്നേൽപ്പാനുള്ള ഒരു ബലം ദൈവത്തോട് ചോദിക്കുക, ഒരു ധൈര്യം ചോദിക്കുക. കർത്താവേ, ഞാൻ എഴുന്നേൽക്കുന്നു, എനിക്കും അങ്ങുമായിട്ടൊരു ബന്ധം വേണം. ആ ബന്ധം കഴിഞ്ഞ ആഴ്ചത്തെക്കാളും കഴിഞ്ഞ ദിവസത്തെക്കാളും എനിക്ക് ദൈവത്തോട് ഒരു സ്നേഹമുള്ളൊരു ബന്ധം വേണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ചിലതൊക്കെ ഞാൻ ദൈവത്തിന് സമർപ്പിച്ചു, എന്നാൽ ചിലതൊക്കെ എൻ്റേതാണെന്ന് ഞാൻ വെച്ചിരിക്കുകയാണ്. ദൈവത്തോട് പറ, കർത്താവേ, ഇല്ല, നീ ഇല്ലെങ്കിൽ ഇതിനൊന്നും അർത്ഥമില്ലല്ലോ. അങ്ങയുടെ ഒരു അനുഗ്രഹമില്ലെങ്കിൽ ഇതിനൊന്നും അർത്ഥമില്ലല്ലോ കർത്താവേ. അതുകൊണ്ട് അതും ഞാൻ സമർപ്പിക്കുകയാണ്. സ്തോത്രം. അക്നോളജിങ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ഗോഡ്. എൻ്റെ മുമ്പിൽ സമർപ്പിച്ചാൽ, അല്ല നമ്മുടെ ആളുടെ മുമ്പിൽ സമർപ്പിച്ചാൽ ഒരു പ്രയോജനവുമില്ല. കാരണം നമ്മുടെ ജീവൻ പോയില്ലേ. കാറ്റടിക്കുന്നത് പോലെയുള്ളൂ, ജീവൻ പോയി, തീർന്നു. വളരെ ചുരുക്കമാണ്. എൻ്റെ ഹസ്ബൻഡ് 50 വയസ്സായപ്പോൾ തൊട്ട് അദ്ദേഹം പറയും, ഞാൻ കൗണ്ട് ഡൗൺ ആണെന്ന്. 25 വർഷമേ ഉള്ളൂ. 80 വർഷം ഉണ്ടെങ്കിൽ 30 വർഷമേ ഉള്ളൂ. 55 വയസ്സായപ്പം പറഞ്ഞു, ഇനി 25 വർഷം. വളരെ ചുരുങ്ങിയതാണ് 25 വർഷം. 50 വർഷം ജീവിച്ചവർക്ക് അറിയാം 25 വർഷം വളരെ ചുരുങ്ങിയ വർഷങ്ങളാണെന്ന്. ഇത്രേ ഉള്ളൂ ജീവിതം, ഇത്രേ ഉള്ളൂ. ആ ജീവിതം ദൈവത്തിന് കൊടുത്താലോ, കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്താലോ, സ്തോത്രം, അപ്പോൾ നമ്മൾ ദൈവത്തെ അനുഭവിച്ച് ആരാധിക്കാനായിട്ട് സാധിക്കും. അവസാനമായി അതിനോടൊപ്പം ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് പാട്ട് പാടാം, കൈ ഉയർത്താം. അതെല്ലാം ദൈവത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ഒരു ഭാഗമായി നാം കാണുക. സമർപ്പിച്ച വ്യക്തികൾ ദൈവത്തെ സ്തുതിക്കുക, സമർപ്പിച്ച വ്യക്തികൾ തുള്ളിച്ചാടുക, സമർപ്പിച്ച വ്യക്തികൾ കൈയടിക്കുക, അന്യഭാഷ സംസാരിക്കുക. അതിനൊന്നും തെറ്റില്ല കേട്ടോ, അതിനൊന്നും തെറ്റില്ല. എന്നാൽ ഒരു ഫേക്ക് ആകരുത്, ഒരു പെർഫോമൻസ് ആകരുത്, ഒരു ഇളക്കപ്പെരുപ്പത്തിന്റെ ഇതിലാകരുത്. മറിച്ച് ഹൃദയത്തിൽ നിന്ന് കടന്നു വരുന്ന ഒരു സറണ്ടേർഡ് ലൈഫ് ഇത് കടന്നു വരുന്ന, സമർപ്പിക്കപ്പെട്ട ജീവിതത്തിൽ നിന്ന് കടന്നു വരുന്ന ഒരു ആരാധനയാണ്. സ്തോത്രം. അവസാനമായി നാം എപ്പോഴാണ് ദൈവത്തെ അനുഭവിച്ച് ആരാധിക്കാൻ സാധിക്കുന്നത്? നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ, കംപ്ലീറ്റായിട്ട് അനുസരിക്കുമ്പോൾ. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ ഇങ്ങനെ ചോദിച്ചു, എത്ര പാട്ടുണ്ട് അനുസരണം എന്ന് പറയുന്ന വേർഡുള്ള എത്ര പാട്ടുണ്ട് ഈ അടുത്തിടയ്ക്കെന്ന്. അതൊന്നും നമുക്ക് അത്ര താല്പര്യമുള്ള ഇല്ലേ? കുഞ്ഞുങ്ങൾക്ക് പോലും മാതാപിതാക്കളെ അനുസരിക്കാൻ അത്ര താല്പര്യമല്ല അല്ലേ? നമുക്ക് നമ്മുടെ സൂപ്പർവൈസേഴ്സിനെ അനുസരിക്കാൻ ഇത്ര താല്പര്യമാണ്. ദൈവസന്നിധി വരുമ്പം നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ നാം ദൈവത്തെ കംപ്ലീറ്റായിട്ട് അനുസരിക്കണം, പൂർണ്ണമായി നാം അനുസരിക്കണം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലാണ് ആദ്യമായിട്ട് വർഷിപ്പ് എന്ന്, ആരാധന എന്ന വേർഡ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷിലും ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. നമുക്കറിയാമല്ലോ ആ ഭാഗം, നമുക്കെല്ലാം വളരെ അറിയാവുന്ന ഒരു ഭാഗമാണ്. അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാനായിട്ട് പോകുന്ന ഒരു ഭാഗമാണ് ഇവിടെ നാം കാണുന്നു. 4-ാം വാക്യം ഒന്ന് വായിക്കാമോ? 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു.
അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതിയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. ഇവിടെയാണ് ആരാധന എന്ന് ആദ്യമായി ബൈബിളിൽ കാണുന്ന, ഇംഗ്ലീഷ് ബൈബിളിൽ അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ആദ്യമായി നമ്മൾ കാണുന്നതാണ് ഈ ഒരു ഭാഗത്താണ്. എന്തായിരുന്നു അബ്രഹാമിന്റെ ആരാധന? എന്തായിരുന്നു അബ്രഹാമിന്റെ ആരാധന? അബ്രഹാമിന്റെ ആരാധന ഇവിടെ അനുസരണമായിരുന്നു. അബ്രഹാമിന്റെ ആരാധന അനുസരണമായിരുന്നു. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, 2-ാം വാക്യത്തിൽ, നിന്റെ മകനെ എന്ന് പറയുമ്പോൾ 2 മക്കളുണ്ട് ഇല്ലേ? 2 ആമക്കള് തന്നെയാണ്. നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ എന്ന് പറഞ്ഞാൽ അബ്രഹാമിന് പറയും, എനിക്ക് 2 പേരോടും സ്നേഹമാണ്. ഏകജാതനായ മകനെ, പിന്നെ പേരൂടെ പറഞ്ഞില്ലേ, ഇസഹാക്കിനെ. അത്രയ്ക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അബ്രഹാമിനോട് ദൈവം പറയുകയാണ്. എന്നിട്ട് എന്താണ് പറയുന്നത്? കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ വെച്ച് അവനും കൂടെ ചേർന്നെന്നാണോ അല്ല പറയുന്നത്, അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. നമുക്കിപ്പം ഈ കഥയുടെ അവസാനം അറിയാം. അതുകൊണ്ട് നമുക്കിതത്ര നമുക്ക് അത്രയ്ക്ക് ഫീൽ ചെയ്യത്തില്ല. എന്നാൽ അബ്രഹാമിന് ഇത് പറയുമ്പോൾ എന്താണ്? 25 വർഷം നോക്കി നിന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം ലഭിച്ച ഈ കുഞ്ഞിനെ കൊണ്ട് ഹോമയാഗം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ബേൺഡ് ഓഫറിങ്, കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാകുന്ന ഒരവസ്ഥ. നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ എന്ത് ചെയ്തേനെ? അതിനാണ് ദൈവം അവിടെ എഴുതി വെച്ചത് ആരാധന. ഞാൻ അവിടെ വരെ പോയി ആരാധന കഴിച്ച് മടങ്ങി വരാം. അനുസരണം ആണ് ആരാധന. ദൈവത്തെ നാം അനുഭവിച്ച് ആരാധിക്കണമെങ്കിൽ ദൈവത്തെ നാം അനുസരിക്കണം. അത് ഭാഗികമായ അനുസരണമല്ല, മറിച്ച് കംപ്ലീറ്റായ ഒരു അനുസരണം. സ്തോത്രം. നമുക്കറിയാമല്ലോ, അബ്രഹാമും മോനും അവിടെ ചെന്നു, ദാസന്മാരെ അവിടെ നിർത്തി, യാഗപീഠത്തിനു വേണ്ടി ഒരു യാഗപീഠമെല്ലാം ഒരുക്കി, മകനെ അവിടെ കിടത്തി, വാളെടുത്തു. അവിടം വരെ ദൈവം അബ്രഹാമിനെ തടഞ്ഞില്ല. അതിനുശേഷം ദൈവം അബ്രഹാമിനെ തടഞ്ഞു. യാഗം കഴിക്കാൻ വേറൊരു ആടിനെ ദൈവം ഒരുക്കി കൊടുത്തു. സ്തോത്രം. ആരാധന എന്ന് പറഞ്ഞാൽ അനുസരണമാണ്. ഇസ്ഹാക്കിനെ കൊടുക്കാൻ ഇച്ചിരി പ്രയാസമാണ്, ഇസ്മായിലിനെ കൊടുക്കാൻ പ്രയാസമാണ്, പക്ഷെ ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കാം. നമ്മുടെ തോൽവികൾ മാത്രമല്ല നമ്മൾ ദൈവസന്നിധി സമർപ്പിക്കേണ്ടത്, മറിച്ച് നമ്മുടെ ജയങ്ങളും, അവർ വിക്ടറി. അനുസരിക്കുക. അവിടെ നിന്നാണ് ദൈവത്തെ അനുഭവിച്ചറിയാനായിട്ട് നമ്മൾ സാധിക്കുന്നത്. സ്തോത്രം. അവിടെ മകനും ഒപ്പനും കൂടെ മോറിയാമലയിൽ ചെന്നിട്ട് പാട്ടുപാടി തിരിച്ചു വരുമായിരുന്നോ? അല്ല. കൈയുയർത്തി തിരിച്ചു വരുമായിരുന്നോ? അല്ല. അന്യഭാഷ പറഞ്ഞ് തിരിച്ചു വരികയായിരുന്നോ? അല്ല. പൈസ കൊടുത്തിട്ട് തിരിച്ചു വരുമായിരുന്നോ? അല്ല. മകന് യാഗം കഴിക്കാൻ ഒരുങ്ങി. യാഗം കഴിച്ചത് വേറൊരു യാഗവസ്തുവിനെയാന്ന് മാത്രം. എന്നിട്ട് അബ്രഹാം മടങ്ങി വന്നു, മകനും മടങ്ങി വന്നു. ദൈവത്തെ കംപ്ലീറ്റ് ആയിട്ട് അനുസരിക്കുക. ഹാഫ് ഹാർട്ടഡ് ഒബീഡിയൻസ് നമ്മുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ ഞാൻ പറയുകയാണ്. സ്തോത്രം. ഹാഫ് ഹാർട്ടഡ് ഒബീഡിയൻസ് അത് തരാം, ഇത് പറ്റത്തില്ല. അബ്രഹാമിന്റെ തലമുറകളെ അനുഗ്രഹിക്കുന്ന വാക്കുകളാണ് 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. അബ്രഹാമിന്റെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കുന്നു. എന്തുകൊണ്ട്? അനുസരണത്തിലൂടെ ദൈവത്തെ ആരാധിക്കാൻ അബ്രഹാം മുതിർന്നത് കൊണ്ട് ഇന്നും അബ്രഹാമിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുകയാണ്. സ്തോത്രം. നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് അനുസരിക്കുക എളുപ്പമുള്ള കാര്യമല്ല. സ്തോത്രം. യേശു ക്രൂശിൽ മരിച്ചതാണ് അൾട്ടിമേറ്റ് ഒബീഡിയൻസ്. ഏറ്റവും വലിയ അനുസരണം. ക്രൂശിൽ യേശു നമുക്ക് വേണ്ടി മരിച്ചതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ഒബീഡിയൻസ്. സ്തോത്രം.
അങ്ങനെ പിതാവിനെ അനുസരിച്ച ദൈവം നമുക്കും കൃപ തരും ദൈവത്തെ അനുസരിക്കാൻ. പുറകാലം നിങ്ങൾ വീട്ടിൽ ചെന്ന ശേഷം ശൗല് ഒന്ന് ശമൂവേൽ 15-ാം അധ്യായം ഒന്ന് വായിക്കണം. ശൗലിനോട് ദൈവം ഒരു കാര്യം പറയുന്നുണ്ട്. അവൻ രാജാവായ ശേഷം ഒരു കാര്യം പറയുന്നു. എന്നാൽ ശൗൽ എന്താണ്? ഭാഗികമായി അനുസരിച്ചു. നിങ്ങൾ പുറകാല ഭവനത്തിൽ ചെന്ന് വായിക്കുക. 1 ശമൂവേൽ 15-ാം അധ്യായം. ഭാഗികമായി അനുസരിച്ചു. ആരാധിക്കാനൊക്കെ റെഡിയായിട്ട് മുമ്പോട്ട് പോയി. അതിന് ഭാഗികമായി അനുസരിച്ചു. തെറ്റാണെന്ന് ശമൂവേൽ പറഞ്ഞിട്ട് പോലും അവൻ ആരാധനയ്ക്ക് വേണ്ടി അവൻ കടന്നുപോയി. നമുക്കറിയാമല്ലോ, ശൗലിന് പകരം ഒരു രാജാവിനെ അടുത്ത ദിവസങ്ങളിൽ ശമൂവേൽ അഭിഷേകം ചെയ്യുകയാണ്. ശൗലായിരുന്നേനെ, ശൗലിന്റെ തലമുറകളായിരുന്നേനെ നിത്യമായ സിംഹാസനത്തിൽ ഇരിക്കാൻ പോകുന്നത്. പക്ഷെങ്കിൽ ഭാഗികമായ അനുസരണത്തിന് മുൻപിൽ അവൻ്റെ ഭാവിക്ക് തന്നെ ഒരു വ്യതിയാനം വരുത്തും. അവൻ്റെ കുഞ്ഞുങ്ങൾക്ക് തന്നെ ഒരു വ്യതിയാനം വരുന്നു. സ്തോത്രം. ആരാധന എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മുമ്പിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അനുസരണമാണ്. നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നല്ലോ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും ശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ജീവനുള്ള യാഗം എങ്ങനെയാണ് വരുന്നത് നമ്മൾ ചിന്തിക്കാം, ഇല്ലേ? യേശു നമുക്ക് വേണ്ടി മരിച്ചു. യാഗം കഴിപ്പിക്കാനായിട്ട് അബ്രഹാം പോകുന്നു. ഇപ്പോൾ നാം ജീവിച്ചിരുന്നു. നാം നമ്മുടെ യാഗം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തെങ്കിലും ജീവനുണ്ടോ? ജീവനുള്ള യാഗം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? കഴിഞ്ഞ ദിവസം ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയൊരു കാര്യം, പൗലോസ് പറയുന്നു, ഐ ഡൈ ഡെയിലി. ഞാൻ ദിനവും ദിവസേന മരിക്കുകയാണ്. ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതാണ് ലിവിങ് സാക്രിഫൈസ്. ഞാൻ ഓരോ ദിവസവും എൻ്റെ ഇഷ്ടങ്ങളെ, എൻ്റെ ഇഷ്ടമില്ലാത്തവളെ, എൻ്റെ ചില പിടുത്തങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെല്ലാം ഞാൻ സമർപ്പിക്കുകയാണ്, ഞാൻ മരിപ്പിക്കുകയാണ്. ഇതെനിക്ക് വേണ്ട, എനിക്ക് അല്ലെ മറ്റുള്ളവർ പറഞ്ഞു, അല്ലെ ഞാൻ തന്നെ കണ്ടു, എൻ്റെ പ്രവർത്തന മുഖാന്തരം മറ്റുള്ളവർക്ക് വരുന്ന പ്രയാസം ഞാൻ തന്നെ കണ്ടിട്ട് എന്താണ്? ഞാൻ അതിനെ മരിപ്പിക്കുകയാണ്. ഐ ഡൈ ഡെയിലി. ജീവനുള്ള യാഗമായി. സ്തോത്രം. അതാണ് അനുസരണം. നമ്മൾ ചിലതൊക്കെ മരിക്കാതെ നമ്മുടെ ജീവിതത്തിൽ അനുസരണം കംപ്ലീറ്റ് ആകുകയില്ല. ദൈവസന്നിധിയിൽ ചിലതൊക്കെ മരിക്കാനായിട്ട് അനുവദിക്കുക. സ്തോത്രം. ഐ ഡൈ ഡെയിലി. സ്തോത്രം. എങ്കിൽ മാത്രമേ നമുക്ക് സത്യസന്ധമായി ടു വർഷിപ്പ് ഗോഡ് ഇൻ ട്രൂത്ത്, സത്യസന്ധതയോടെ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുള്ളതൊക്കെ എന്ത് ചെയ്യണം? അതിനെ മരിപ്പിക്കണം. വേറെ ഒരാൾ വന്ന് മരിപ്പിക്കാനല്ല, മറിച്ച് എന്താണ്? ഞാൻ തന്നെ മരിപ്പിക്കുക. കർത്താവേ, ഈ ഒരു വാക്ക്, ഈ ഒരു സ്വഭാവം, ഈ ഒരു പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ അത് മരിക്കാനായിട്ട് ഞാൻ ഏൽപ്പിക്കുകയാണ്. സ്തോത്രം. ബിക്കോസ് എൻ്റെ കർത്താവിനെ ഞാൻ അനുഭവിച്ച് ആരാധിക്കണം. സ്തോത്രം. നമുക്ക് പാട്ട് പാടാമോ? ഉറക്കെ പാട്ട് പാടാമോ? തുള്ളിച്ചാടാമോ? അന്യഭാഷകൾ പറയാമോ? കരയാമോ? എല്ലാം ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യം ദൈവസഭയിലുണ്ട്. വേർ ദർ ഇസ് സ്പിരിറ്റ് ദർ ഇസ് ഫ്രീഡം. ആത്മാവുള്ളിടത്ത് ആത്മാവ് നൽകുന്ന സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ നമ്മുടെ ആരാധന എങ്ങനെ ആയിരിക്കണം? ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ നിന്ന്, ഒരു കംപ്ലീറ്റ് സറണ്ടറിൽ നിന്ന്, ഒരു കംപ്ലീറ്റ് ഒബീഡിയൻസിൽ നിന്ന്. സ്തോത്രം. അല്ലാതുള്ള ആരാധനയ്ക്ക് ആരാധന എന്ന് പറയാൻ പറ്റുമോ? അല്ലാതുള്ള പാട്ടിന് ആരാധന എന്ന് പറയാൻ പറ്റുമോ? അല്ലാതുള്ള തുള്ളിച്ചാടലിന് ആരാധന എന്ന് പറയാൻ പറ്റുമോ? ആരാധനയായിരിക്കാം, പക്ഷെ ദൈവത്തെ അല്ലായിരിക്കും ആരാധിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നാമും ദൈവവുമായിട്ടുള്ള ബന്ധം നിത്യത വരെ നീളുന്ന. ഒന്നോർത്ത് നോക്കിയേ, ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ബന്ധങ്ങളെല്ലാം ഈ ലോകം കൊണ്ട് തീർന്നു. കുഞ്ഞുങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം ഈ ലോകം കൊണ്ട് തീർന്നു. നമ്മുടെ മരണം കൊണ്ട് ഒരുപക്ഷെ നമ്മുടെ കൊച്ചുമക്കൾ വരെ പറയുമായിരിക്കും ഇതെൻ്റെ വല്യമ്മച്ചിയാണെന്ന്. വല്യമ്മച്ചിയുടെ പേരും നാളും ഒന്നും നമുക്കാർക്കും ഓർമ്മയില്ലല്ലോ. ഞങ്ങളുടെ വീട്ടിലൊരു ഫോട്ടോയുണ്ട്, 1941 42 എടുത്തൊരു ഫോട്ടോയാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയും ഇതെൻ്റെ വല്യപ്പച്ചനാണെന്നൊക്കെ പറയും. അല്ലാതെ
നമ്മുടെ ആരുടെയും ഫോട്ടോ പോലും നമ്മുടെ കൊച്ചു കൊച്ചു മക്കളുടെ വീട്ടിൽ അവർ വെക്കുമെന്ന് നമുക്കറിയില്ല. നമ്മളെല്ലാം ഓൾഡ് ഫാഷൻ ഉണ്ടാവും അപ്പോഴത്തേക്ക്. എന്നാൽ ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം അങ്ങനെയല്ല. നമ്മൾ മരിച്ചാലും നിത്യത വരെ നീളുന്ന ഒരു അഭേദ്യമായൊരു ബന്ധം. ആ ബന്ധത്തിൽ നിന്ന് പുറപ്പെടുന്ന ആരാധന, അതാണ് ആരാധന. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.